നമസ്കാരം, ഞാൻ ബോബി സാഗർ. ഇന്ന് വീണ്ടും വ്യത്യസ്തനായിട്ടുള്ളൊരു കലാകാരൻ്റെ കൂടെയാണ് ഉള്ളത്. ഇത്തവണ ഒരു പെർഫോമറുടെ കൂടെയല്ല, ഞാനൊരു പാട്ടുകാരനാണ്. അതുപോലെ തന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും എന്താ പറയണേ, സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ ദൈവമാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന ആൾ. അപ്പോൾ ഒരു കലാകാരൻ ഒരു വേദിയിൽ എത്ര നന്നായി പെർഫോം ചെയ്താലും അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ജോലികൾ ചെയ്യുന്നവരുടെ വിരൽത്തുമ്പിലാണ് ഇവരുടെ ഈ ഒരു കലാകാരൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനിന്ന് കൂടെയുള്ളത് ജോയ്ചേട്ടൻ്റെ കൂടെയാണ്. ഏകദേശം 30 വർഷത്തോളമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉള്ള ജോയ് പരിയാടൻ. അപ്പോൾ ജോയ്ചേട്ടനെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജോയ്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ്. അത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളും സൗണ്ട് എഞ്ചിനീയേഴ്സിനെ പരിചയപ്പെടുത്തുന്നില്ലല്ലോ. അപ്പൊ അത് വലിയൊരു ആഗ്രഹം, സന്തോഷം. ആദ്യമായിട്ട് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ എങ്ങനെയാണ് ഈ സൗണ്ട് മേഖലയിലേക്ക് വന്നത്? സൗണ്ട് മേഖലയിലേക്ക് വന്നത് ഞാൻ ഒരു അത്യാവശ്യം ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളെന്നുള്ള നിലയിൽ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് സൗണ്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ പോകാനും പിന്നെ അതൊരു ക്രൈസായിട്ട് മാറി. അതിനു മുമ്പ് ചെറുതിലെ തന്നെ ആയാലും ഈ ക്രിസ്ത്യൻസിൻ്റെ ഫാമിലി യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നാട്ടിലെ ലോക്കൽ സൗണ്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ചുമ്മാ ഒന്ന് പിടിച്ച് തിരിക്കും. അപ്പോൾ പുള്ളി നമ്മുടെ ചെവി പിടിച്ച് തിരിക്കും. അങ്ങനെ എന്നാൽ പിന്നെ ഇതൊന്ന് പഠിച്ചിട്ട കാര്യമൊന്ന് ചെറുതിലേ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു. പിന്നീട് വലുതായപ്പോൾ ഇങ്ങനെ മെക്കാനിക്കൽ ഐഡൻറ്റിറ്റി കഴിഞ്ഞപ്പോൾ നാട്ടിലെ ലോക്കൽ സൗണ്ടുകാരൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് പോവാനും. അക്കാലത്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റ് ഇല്ല. ഇല്ല, മൈക്ക് സെറ്റുകാരനാണ്. അപ്പൊ അതായത് ആംപ്ലിഫയർ വയ്ക്കുന്നു, സൗണ്ട് ഓൺ ചെയ്യുന്നു, പാട്ട് വെച്ച് കൊടുക്കുന്നു. അന്ന് കൂടുതലായിട്ട് അമ്പലങ്ങളിലെ ചെറിയ പരിപാടികളും ഈ വാർഡിന്റെ പരിപാടി, അന്ന് വാർഡിന്റെ പരിപാടികളും ഏറ്റവും കൂടുതൽ പള്ളിയിലെ വാർഡുകളുടെ പരിപാടി. അപ്പൊ അതൊരു ഓപ്പറേറ്റർ അല്ല. ഇന്ന് ആ തസ്തിക മാറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മാത്രം ഉള്ളൊരു തസ്തികയിലേക്ക് വന്നു. അപ്പൊ ഈ ആദ്യകാലങ്ങളിൽ ഈ ഓപ്പറേറ്റർ എന്നുള്ള തസ്തികയിലേക്ക് എങ്ങനെ വരുന്നു? ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഹെൽപ്പറൊക്കെ ആയിട്ട് പോയി. അവരുടെ കൂടെ സൗണ്ട് എടുത്ത് വെച്ച് കൊടുക്കാൻ വലിയ വലിപ്പമുള്ള ബോക്സുകളൊക്കെ ആയിരുന്നു അന്ന്. ആ 2 ബോക്സ് എടുത്ത് വെക്കുക, കോളാമ്പി കെട്ടാൻ സഹായിക്കുക. കയറി കെട്ടാനൊന്നും അത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല. പിന്നീട് ഞാൻ കയറി കെട്ടാനാല് പുലിയായി, ഏത് മരത്തും കയറി വരുന്ന അവസ്ഥയായി. പിന്നെ ട്യൂബ് കെട്ടുക, സീരിയലൊന്നും അങ്ങനെ ഇല്ലല്ലോ അന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മ്യൂസിക് വിഭാഗത്തേക്ക് നമ്മൾ വരണത് ചെറുപ്പത്തിലെ കഥാപ്രസംഗത്തിനൊക്കെ. അന്നൊക്കെ ഏറ്റവും വളരെ ട്രെൻഡായിരുന്ന ഒരു കലാപരിപാടി ആയിരുന്നു കഥാപ്രസംഗം. അപ്പൊ അതിനിപ്പോ സാധാരണഗതിയിൽ കീബോർഡല്ല, ഹാർമോണിയം ഉണ്ടാവാം, തബല ഉണ്ടാവും, പിന്നെ വയലിൻ ഉണ്ടാവാം, ക്ലാർനെറ്റ് ഉണ്ടാവാം, പിന്നെ ടൈമിങ് ഉണ്ടാവാം, പിന്നെ വോക്കല്, പിന്നെ സപ്പോർട്ടിങ് വോക്കല്. അപ്പോൾ അതിനൊക്കെ സാധാ ആംപ്ലിഫയറിൽ നിന്ന് സാധാ മൈക്ക് കുത്തിയിട്ട് വെളിയിൽ കേൾപ്പിക്കണം. ഭൂരിപക്ഷവും കോളാമ്പി കൂടി ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഓരോന്നിൻ്റെയും ഒരു സുഖമുണ്ടല്ലോ. അതിന് അന്നേ അത് മിക്സിങ് വേണമായിരുന്നു. പക്ഷെ അന്ന് പിന്നെ ഇങ്ങനെ ഓരോ ചാനലിനും ബാസ്റ്റബിളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ബേസിക് മിക്സിങ്. മനസ്സിലായി. ഞാനിപ്പോ ജോയ്ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മറ്റ് സൗണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മറ്റൊരാളെ താഴത്തു നിന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും കംഫർട്ടാണ് എന്നെ സംബന്ധിച്ച് ജോയ്ചേട്ടിരിക്കുന്നത്. കാരണം ഞാൻ വേദിയിൽ ഇരുന്നിട്ട് എൻ്റെ ചില നോട്ടത്തിൽ തന്നെ ജോയ്ചേട്ടന് കാര്യം പിടുത്തം കിട്ടും. അതായത് നമ്മളവിടെ കംഫർട്ട് ആവുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പിന്നണി ഗായകരുടെ വർക്കൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളത് വലിയ കാര്യമുള്ളൂ. അത്തരത്തിലുള്ള എങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ചെയ്തത്? അത് 97 ഞാൻ ഗാനമേള പ്രൊഫഷണലാവണേ. അപ്പം അതുവരെ ഇങ്ങനെ ലോക്കൽ അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി. 97 മുതൽ ഞാൻ പ്രൊഫഷണലായി. എനിക്ക് തോന്നുന്നു 98 തുടങ്ങി ഏതെങ്കിലുമൊക്കെ അത്ര ദാസേട്ടൻ്റെ അല്ലെങ്കിൽ ആ റേഞ്ചിലോ എസ് ജാനകിയുടെ അല്ലെങ്കിൽ MG ശ്രീകുമാറിൻ്റെ റേഞ്ചിലുള്ളതല്ല, താഴെയുള്ള 2ാം നിര പിന്നണി ഗായകർക്കൊക്കെ തന്നെ മിക്കവാറും സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഡിജിറ്റൽ കൺസോളുകൾ ഉപയോഗിച്ചല്ല, സാധാ അനലോഗ് കൺസോളുകൾ ഉപയോഗിച്ചിട്ട് നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടിങ് മേഖലയിൽ 30 വർഷമായി. ഇപ്പോഴുള്ള
അന്നുള്ള സിസ്റ്റത്തിനേക്കാളും മോസ്റ്റ് എന്താണ് പറയുക കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ വരുന്നത്. ഒത്തിരി അത്തരത്തിലുള്ള ആ മാറ്റം എങ്ങനെയാണ് ഒരു ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഒരു 30 വർഷം മുമ്പുള്ള ആളാണ്, ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഈ മാറ്റത്തിന് എങ്ങനെ നിങ്ങളൊരു അത് എങ്ങനെ വരുന്നു? അത് വ്യത്യാസമുണ്ടല്ലോ ശരിക്കും. എൻ്റെ തലമുറയിൽ സൗണ്ട് മേഖലയിൽ നിന്ന പലരും അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഫീൽഡിൽ നിന്ന് ഔട്ടായിപ്പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം കൊണ്ട് പുതിയ സിസ്റ്റങ്ങൾ പരിചയപ്പെടാനും 2012 അമേരിക്കൻ ട്രിപ്പിന് മുമ്പ് തന്നെ KT ഫ്രാൻസ് സാറിൻ്റെ അടുത്ത് പോകാനും പുതിയ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം ഡിജിറ്റൽ മിക്സിങ്ങും മറ്റു കാര്യങ്ങളും പഠിക്കാനും ഒരവസരം കിട്ടി. 2012 US മലയാളി അസോസിയേഷൻ്റെ ഫൊക്കാനയുടെ ഷോ ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി ആ വർഷം. അതിനകത്ത് ഇവിടുന്ന് ഒത്തിരി ഗസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ജോയി ചേട്ടന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും വന്നുപെടും. ഇത് കഥാപ്രസംഗം അല്ലെങ്കിൽ DJ ഗാനവേള അങ്ങനെ പറയുന്ന എല്ലാ ഐറ്റം വന്നുപെടും. ചേട്ടന് ഏറ്റവും ഇഷ്ടം ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? എനിക്ക് കംഫർട്ടബിൾ ആയതെന്ന് പറഞ്ഞാലേ വയലിനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഫുൾ കിറ്റ് ഓർക്കസ്ട്ര, ആവറേജ് നല്ല നിലവാരമുള്ള സിംഗേഴ്സ്, ലൈവ് ഷോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് അതിനകത്ത് നമുക്ക് നമ്മുടെ കഴിവ് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതെ 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 അതെ, അത് ശരിയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്തു എന്ന് കാണിക്കാനായിട്ടെങ്കിലും ഇൻഡിവിജ്വലി ഓരോ ചാനലിൻ്റെയും ഓരോ ഇൻപുട്ടിൻ്റെയും ടോൺ സെറ്റ് ചെയ്യാൻ, അതിനുവേണ്ട ഇഫക്റ്റ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ നമ്മുടെ കഴിവ് ചെയ്യണമെങ്കിൽ അത്തരം ഒരു ഇപ്പോൾ ഒരു ഓപ്പറേറ്ററായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് പലരും ഇതിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ ജോയി ചേട്ടൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ്? എൻ്റെ പുതിയ അപ്ഡേഷൻ ഓൾറെഡി 2017 മുതൽ ഞാൻ അങ്കമാലിയിൽ സൗണ്ടിൻ്റെ ലൈവ് സൗണ്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ഓഡിയോ ക്രാഫ്റ്റ്സ് അങ്കമാലി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അപ്ഡേഷനുകൾ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അല്ല, പുതിയ അപ്ഡേഷനുകൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവില്ലല്ലേ? 300-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ഒരു ബാച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇപ്പൊ അങ്കമാലിയിൽ ഇപ്പൊ ഏത് ഭാഗത്തായിട്ടാ? അങ്കമാലി സെന്റ് ആൻസ് കോളേജ് റോഡ്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ എതിർവശത്ത്. ഇപ്പൊ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ സൗണ്ട് ഓപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമ്മുടെ മാനസിക നില തകർക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും. കാരണം ഇത് ഉറക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിസ്സാര കാര്യമല്ല. ഈ രാത്രി മുഴുവൻ ഇപ്പം ഞാനൊരു പാട്ടുകാരനാണ്, ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പൊടിതട്ടി പോരാ. പിന്നീട് നിങ്ങളിത് വരണമെന്നുണ്ടെങ്കിൽ ഈ A to Z, അതായത് ഇത് മൊത്തം അഴിച്ച് കേബിളൊക്കെ അഴിച്ച് എല്ലാം അഴിച്ച് സ്പീക്കറൊക്കെ അഴിച്ച് വെച്ച അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ. പിന്നെ ഇത് ആസ്വദിക്കുകയും കൂടെ ചെയ്യാം. കഴിയുമ്പോൾ ജോയിച്ചേട്ടാ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ വേറെയാണ്. പക്ഷെ അത്തരത്തിൽ നിലനിൽക്കുക ആ സമയത്ത് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ചിന്ത വരാനുള്ള ഉണ്ടായ കാര്യം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ചിന്തിക്കാൻ കാരണം, ഒന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സീനിയേഴ്സ് ഈ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് ഔട്ടായി പോയി എന്ന് പറഞ്ഞു. അതുപോലെ ഇനി വരുന്ന തലമുറയ്ക്ക് പുതിയ സാങ്കേതികവിദ്യ പഠിപ്പിക്കാൻ ഒരവസരം വേണം എന്ന് ഞാൻ ആലോചിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ, LSWK എന്ന് പറയും, അസോസിയേഷൻ എന്നോട് പറഞ്ഞു, ജോയിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ചെറിയൊരു സംവിധാനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്കമാലിയിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്. അപ്പൊ അത് മറ്റു കുട്ടികൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ 300ഓളം കുട്ടികൾ 7 വർഷം കൊണ്ട് പഠിപ്പിച്ചെത്താൻ സാധിക്കും. ഒരു വലിയൊരു മാറ്റം ഈ പ്രസ്ഥാനത്തിലുണ്ട്. കാരണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം ആയാലും ഭയങ്കര അപ്ഡേഷനുള്ള സിസ്റ്റം. അപ്പോ ഈ മേഖലയിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതെ. അപ്പോൾ ഈ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് താല്പര്യമുള്ളവർക്ക് ജോയി ചേട്ടൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനിയിപ്പോൾ ജോയി ചേട്ടൻ്റെ ഇതൊന്നും അല്ല അനുഭവങ്ങൾ നമുക്കറിയാം. ഇതൊന്നും പക്ഷെ ഇതൊരു ചെറിയ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഇതിലൊരു പരിമിതി, സമയത്തിൻ്റെ പരിമിതി. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഫീൽഡിൽ നിന്ന് മാറി കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, എങ്ങനെ? കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മ 94 വയസ്സുള്ളതായി,
സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളില്ല. വൈഫ് സ്കൂൾ ടീച്ചറാണ്. മകള് ACCA കഴിഞ്ഞിട്ട് ലക്ഷ്യയിൽ അധ്യാപികയാണ്. മകൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു, B2 കഴിഞ്ഞു. ഇവരിൽ ആരെങ്കിലും ഇത്തരം സൗണ്ടുമായിട്ട് സൗണ്ട് മേഖലയിൽ ആരുമില്ല. വൈഫ് നന്നായിട്ട് പാടും, അത്യാവശ്യം പള്ളി ചർച്ച് വയറിൽ പാടും, അല്ലാതെ മറ്റു പാട്ടുകൾ അത്യാവശ്യം സിനിമ ഗാനങ്ങളൊക്കെ പാടും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷികമൊക്കെ നടത്തുമ്പോൾ പുള്ളി പാടാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്ര നേരം ഈ പരിപാടികൾ വന്ന് ജോയിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നല്ല പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, നമ്മുടെ ഉപജീവനം ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ, മറ്റേതെല്ലാം ഒരു ഉപജീവനമാണെങ്കിൽ കൂടെ ഒരു പാഷനും കൂടെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരുപാട് പുതിയ വിദ്യാർത്ഥികൾ വരട്ടെ. സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോയിച്ചേട്ടനൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.